ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ. സോ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ എയർപോർട്ടിൽ പോകണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ട് വ്ളോഗ് പ്ലസ് വീട്ടിലെ എല്ലാവരുടെ റിയാക്ഷൻ കൂടി ആട്ടോ. അപ്പോൾ നമുക്ക് കാണാം ഇന്നത്തെ വ്ളോഗ്. സോ ഇത് നല്ല ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ ഓട്ടായിട്ടിന് ഫ്ലൈറ്റ് അതൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഇത്രയും പെട്ടികളാണ് ഗൈസ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. ഗൈസ് ആണ്ട് അമ്മ ആണ്ട് റെഡി ആയിട്ട് വന്നിട്ട് നാട്ടിലേക്ക് പോകുക കേട്ടോ. ഇനി നാട്ടിലുള്ള വ്ളോഗ്സ് ആണല്ലോ വരുന്നത്. ആണ്ട് നമ്മുടെ കിറ്റപ്പനാണ്ട് നിൽക്കുന്നത്. നമ്മുടെ പെട്ടികളാണ്ട് സൈഡിലുണ്ട്. എല്ലാം ലോഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാണ്. സോ ഇനി പോയാൽ മതി എയർപോർട്ടിൽ. സോ രാഹുലേട്ടനുണ്ടെന്ന് നമ്മുടെ ഇവിടെ. നമ്മുടെ പെട്ടിയെല്ലാം സെറ്റായിട്ട് അതിൻ്റെ പോകുന്ന ഗായ്സ് രാഹുലേട്ടനാണ് നമ്മളിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ഹായ് പറയൂ. ഭയങ്കര തിരക്കാണ് ഗായ്സ്. അവിടെ കിറ്റപ്പം നടക്കുന്ന മമ്മ താണ്ട് നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞു പോയി ഗായ്സ്. പെട്ടികൾ ഓരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ കിറ്റപ്പനെ കണ്ടോ, അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ്. എന്തോ ചെയ്യണമെന്ന് അവന് അറിയത്തില്ല. സോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗായ്സ്. അങ്ങനെ നമ്മൾ വീടിനെ നമ്മൾ 2 മാസത്തേക്ക് ടാറ്റ പറയുകയാണ്. അവിടെ നമ്മുടെ കൂടെ നമ്മളുടെ ഫിഷുകളെ എടുക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ ഇവരെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടി ഫുള്ളാണ്. ഞങ്ങൾ ആകെ 3 പേര് വണ്ടിയിലും, ബാക്കി ഫുള്ള് പെട്ടികളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ പെട്ടി ഫുള്ള് പെട്ടി അടിക്കും. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ്. നമ്മുടെ ബാക്കിൽ മമ്മയുണ്ട്. മമ്മ വേറൊരു വണ്ടിയിൽ വരുന്നത്. അതെ, നമുക്ക് ഈ മീനിൽ കുളിച്ചു പോകുന്ന ഒരാളെ ഇപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും ഗായ്സ്. അപ്പം നമ്മളങ്ങനെ മീനിനൊക്കെ നമ്മൾ കൊടുത്തു രാവിലേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് മമ്മ ഈ വണ്ടി കയറുക. മമ്മ കാണിച്ചു തരാം. നടന്നു വരുന്നത് ചിരിച്ചു വരുന്നു ഗായ്സ്. കണ്ടോ, എന്നെക്കാളും നല്ല അടിപൊളിയായിട്ടൊന്ന് നടന്നു വരുന്നത്. നോക്ക്, സുന്ദരി മമ്മി. അങ്ങനെ കിട്ടൂല. രാവിലേട്ടൻ ക്രിസ്റ്റോ ഗായ്സ്. നമ്മള് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ ക്രിസ്റ്റു പുറത്തുണ്ട്. മമ്മിയും രാവിലേട്ടനും ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഒരു സർവീസ് കേൾക്കാണ്. സോ ഞങ്ങൾ കാറിലിരിക്കുക. ഇനി ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര കൺജസ്റ്റഡാ. ഇവിടെ ഇരിക്കുന്ന കൺജസ്റ്റഡായിട്ടാ. അപ്പോൾ നമുക്ക് ഇനി എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 2 പേരുണ്ട്. 2 പേരല്ല, 4 പേരാണ്. സോ നമുക്ക് അവരെ കാണാട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഹീത്രൂ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളൊരു ഫ്ലൈറ്റ് കണ്ടു. സോ നമ്മളിനി നമ്മളുടെ ഗേറ്റിലേക്ക് ഉള്ള ലക്ഷ്യത്തിൽ പോവാണ്. നമ്മൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന കണ്ടിട്ടാണ് എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ലഗേജ് എല്ലാം നമ്മൾ ട്രോളിയിലാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ കിറ്റപ്പൻ ആണ് തള്ളിക്കൊണ്ട് വന്ന്. എന്നെ അവൻ സമ്മതിച്ചില്ല, അവൻ എന്നെ ട്രോളി ഉന്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ ചെക്കിങ് ചെയ്യുവാണ്. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഏത് ഫ്രീ ഉള്ള സിസ്റ്റം. സോ മമ്മിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഗൈസ്. അവിടെ 2 പേർ
ഗായ്സ്, അപ്പം ഞാൻ 4 പേരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അത് നമ്മുടെ സ്വന്തം റെജിയാങ്ങളും ജോബിതാമയും നമ്മളുടെ അബിഗയിലും ആരോണാണ്. അവരും നാട്ടിലേക്ക് നമ്മളുടെ കൂടെ വരും കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. ഹായ് പറയൂ, ഹായ് പറയൂ. അപ്പം നമ്മളുടെ ലഗേജ് എല്ലാം നമ്മൾ കയറ്റി വിട്ടു. ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കിറ്റപ്പനൊക്കെ ട്രോളൊക്കെ ഉന്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. Who took the decision? ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ക്രിസ്റ്റാൻ്റെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, കാണിച്ചു തരാം. ഗായ്സ്, നമ്മളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. പട്ടിക്കൊക്കെ എന്തോ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്നാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക പെട്ടി വരാൻ വേണ്ടി. അവസാനമാണ് കയറാനുള്ളതാണ്. ഗേറ്റിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുള്ള ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളെ പിടിച്ചു നിർത്തിയേക്കുക. പെട്ടിക്കകത്ത് എന്നാന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗായ്സ്, ഗ്യാസിൻ്റെ എന്തോ സാധനം അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ബാക്കിന്. നോക്കാമല്ലോ. പെട്ടിക്ക് വേണ്ടി ദയനീയമായി നോക്കി നിൽക്കണം. ഗായ്സ്, അവനെന്തോ സാധനം കിട്ടി. കാണിച്ചു കൊടുക്കട്ടെ. ബാഗ് ഗൈസ്, വെർജിൻ അറ്റ്ലാന്റിൻ്റെ കളറിംഗ് ബുക്ക്. ഹലോ. ഓ, സൺഗ്ലാസസ് വരെ ഉണ്ട് ഗൈസ്. Put that on. Got a noise cooling loss. ക്രിസ്റ്റോയ്ക്ക് അങ്ങനെ ഒരു ഇത് കിട്ടി, എന്താ സൺഗ്ലാസ്. നോക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റിംഗ് ഗായ്സ്. ഇതുവരെ വന്നിട്ടില്ല പെട്ടി. ഫ്ലൈറ്റിൽ കയറി. Clear during taxi and takeoff. All bags and inside beside your seat. Please only take it out into the next of an aircraft or on each side of the aircraft. നമ്മളപ്പോൾ ബോർഡായിട്ടോ. സോ ഇത് നമ്മൾ UK ആണ് കാണുന്നത് ഗൈസ്. അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫ്ലൈറ്റിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് ഗൈസ്. നമ്മളപ്പോൾ ഒരു ഉറക്കൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു അടിപൊളി പിസ്സ കിട്ടി ഗൈസ്. ചീസ് പിസ്സ ആയിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടോ? എന്ത് രസമല്ലേ. ഞങ്ങൾക്ക് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അപ്പോൾ അത് വാഫിൾസ് വിത്ത് ചോക്ലേറ്റ് ആയിരുന്നു കിറ്റപ്പന്. എനിക്കും മമ്മിക്കും ഓംപ്ലേറ്റ് ആൻഡ് പിന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. മമ്മയ്ക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കിറ്റോൻ്റെ വാഫിൾസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് ചെക്കിനും
പിന്നെ ബാഗും എല്ലാം നമ്മൾ പിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇമിഗ്രേഷൻ ചെയ്യാനുണ്ട്. സോ എയർപോർട്ട് കാണാൻ അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് അവിടുത്തെ എയർപോർട്ട് കാണാൻ വേണ്ടി. രാവിലെയാണ് നമ്മൾ അവിടെ ലാൻഡ് ചെയ്തത്. ഈ 3 hour നമുക്ക് അവിടെ ലേ ഓവർ ഉണ്ട് കേട്ടോ. എത്തിയിട്ടുണ്ട്. നമ്മൾ ബാഗേജ് എല്ലാം നമ്മൾ എടുത്തു. നമ്മളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ 10 o'clock ആണ്. കൊള്ളാം, നൈസ്. ഒരു ക്യൂട്ട് വാട്ടർഫോൾ. നൈസ് നൈസ് നൈസ്. ഫിഷ് ഉണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഗൈസ് അങ്ങനെ മമ്മ വന്നിട്ടുണ്ട്. ഗൈസ് ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ നിന്ന് ബസ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ കൊച്ചിയിലും സെയിം തന്നെ ചെയ്തു കേട്ടോ. ഗൈസ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഗൈസ്. നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ. കൊച്ചി ഗൈസ്, കൊച്ചി സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. എക്സൈറ്റ്മെന്റിൽ ഒരാൾ കൈക്ക് പിടിച്ച്. കൊച്ചി എത്തി ഗൈസ്, കൊച്ചി. സോ ടയർഡ്. കാണാനുണ്ടല്ലോ മുഖത്ത്. അപ്പം നമ്മൾ നടന്നിട്ട് നമ്മളുടെ ബാഗേജ് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് അവിടെ. നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബാഗേജ് എല്ലാം നമുക്ക് കിട്ടിയത്. ഗൈസ് കൊച്ചി എത്തി, കൊച്ചി സെറ്റ്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ബാഗേജ് ആണ്ടേ സുന്ദരിയായിട്ട് വന്നോക്ക് ഗൈസ്. ഇതാരത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ എല്ലാവർക്കും ടയർഡാ. അവശതയായിപ്പോയി. അമ്മ പറയുന്ന അവശതയായിപ്പോയി എന്നാ ഗൈസ്. ഞാൻ താഴെ പോയി ഗൈസ്. നോക്ക് നോക്കണം ഗൈസ് ഫോണൊക്കെ. ചമ്മി അപ്പനെ കാണുവാനില്ല. That side. Guys, അമ്മ കണ്ണാടി പോയി. ഇങ്ങോട്ടൊക്കെ ഗൈസ് കട്ട പോസ്റ്റ് ആയ. അപ്പം നമ്മളെ കട്ട പോസ്റ്റ് ആക്കി ഗൈസ്, കട്ട പോസ്റ്റ്. അതുകൊണ്ട് അമ്മ അങ്ങ് മൂലക്ക് പോയിരിക്കുക. അയ്യേ ഗായ്സ് നോക്ക്. അയ്യയ്യേ ശോഭപ്പൻ. ഹലോ ഗായ്സ് നോക്ക് ഒരുമാതിരി ചന്തകോലം. അയ്യേ അതൊരു ബ്രൗൺ കളറിലെ. അയ്യപ്പ ഗായ്സ്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളുടെ വീട് എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് വലിയ സീനൊന്നുമില്ല ഗായ്സ്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് പിള്ളേരെയും അമ്മച്ചീനെയും മേമേനെയും എല്ലാവരെയും കാണാൻ. പിള്ളേർക്ക് കുറച്ച് ഡൗട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ മാം പറഞ്ഞാൽ ഇങ്ങനെ നൈറ്റ് വരുമെന്നാണ്. അപ്പോൾ നമുക്ക് അവരെ സർപ്രൈസ് ചെയ്യാം ഗായ്സ്. ഗായ്സ് ജിഷ 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 എത്തി ഗായ്സ്. ജിഷ സ്ലിം ബ്യൂട്ടി ആരൊന്ന്
ഗായ്സ് നമ്മൾ മേരിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. മേരിയുടെ അടുത്ത് ഇരിക്കുന്നു ഗായ്സ്. മേരിക്ക് ഭയങ്കര സന്തോഷമാണ് ഗായ്സ്. നമ്മുടെ മേരി അമ്മച്ചിക്ക് എന്തോ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അമ്മച്ചിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. മുഖത്ത് സന്തോഷം കണ്ടോ? പേപ്പൻ സ്പെഷ്യൽ എന്താ പോത്തുംകായും. പോത്തുംകായും. This is Angamali special. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. And I don't know whether you people like or not. But, it's normally it's typically for Angamali people, those who are they're from the Angamali. Okay. Thank you. അയ്യേ മോനൂന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്രിസ്തു അവിടെ നിക്ക്. മോനും പൊന്നൂനെയും വെയിറ്റ് ചെയ്യുക. അവിടെ ഇങ്ങോട്ട് വേണം. വെയിറ്റ് ചെയ്യുക ഗായ്സ്. വെയിറ്റ് ചെയ്യുക. എന്നെ കണ്ടു ഓൾറെഡി. വരാൻ പറയുന്നു.